തീരുമാനിക്കുന്നില്ല. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, അമ്മയും അച്ഛനെയും ചേച്ചിയും കാണാൻ തോന്നുന്നില്ലേ? നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഇന്നത്തെ വീഡിയോ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഒരു ഫാമിലി വ്ലോഗറിന്റെ ഒരു Q&A വീഡിയോ ആണ്. എന്റെ ചാനലിൽ തന്നെ ഞാൻ ഒന്നിലധികം കണ്ടന്റ് ഇട്ടിട്ടുള്ള ഒരു ഫാമിലിയാണ് ഉപ്പുമുളക് ലൈറ്റ്. അതില് കുഞ്ഞൻ ആളുടെ യൂട്യൂബ് ചാനലിൽ ഇന്നലെ ഒരു Q&A വീഡിയോ ഇട്ടു. അത് ഫുൾ ഞാൻ കണ്ടെങ്കിലും അതിൽ നിന്ന് 2 ക്വസ്റ്റ്യന് കുഞ്ഞൻ കൊടുത്ത ആൻസർ എന്നെ ഒരുപാട് സ്ട്രൈക്ക് ചെയ്തു. അതിനെപ്പറ്റി സംസാരിക്കാനാണ് ഇന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പൊ എന്റെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക. സോ നമുക്ക് ആദ്യം തന്നെ ആദ്യത്തെ ചോദ്യത്തിന് കുഞ്ഞൻ കൊടുത്ത മറുപടി ഒന്ന് നോക്കാം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, അമ്മയും അച്ഛനെയും ചേച്ചിയും കാണാൻ തോന്നുന്നില്ലേ? ഒരുപാട് ചോദിക്കുന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അമ്മേനെയും അച്ഛനെയും ചേച്ചീനെയും കാണാൻ തോന്നലില്ലേ? കുഞ്ഞൻ വളരെ ഒരു ഡൗട്ടും ഇല്ലാണ്ട് എന്നെ പറഞ്ഞു യെസ് തോന്നാറുണ്ട്. ഞാൻ എന്തുകൊണ്ട് ഈ ടോപ്പിക്ക് റിയാക്ട് ചെയ്തതെന്നറിയാം. ഒരിക്കലും കുഞ്ഞനെ കുറ്റം പറയാനോ ഉപ്പുമുളക് ലൈറ്റ് ഫാമിലിനെ കുറ്റം പറയാനോ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ പരദൂഷണം പറയാനോ വേണ്ടിയിട്ടല്ല. ഇവിടെ ഞാൻ ശ്രദ്ധിച്ചത് കുഞ്ഞന്റെ ആ ഉത്തരത്തിലുള്ള ഒരു റെസ്പോൺസ് ആയിരുന്നു. ഇത് കുഞ്ഞന്റെ രണ്ടാമത്തെ എങ്ങനെയും Q&A വീഡിയോ ആണെന്ന് തോന്നുന്നു. ഇതിന് തൊട്ട് മുമ്പുള്ള Q&A വീഡിയോയിലും അല്ലെങ്കിൽ ഈ ഫാമിലിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കും കുഞ്ഞൻ കൊടുക്കുന്ന ഒരു റിപ്ലൈ രീതി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കുറച്ചും കൂടെ ഭയങ്കര മെച്യൂർ ആയിട്ട് 2 ഫാമിലിനെയും എന്ന് വെച്ചാൽ ഇവരെ മിസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിലും ഇമ്പോർട്ടന്റ് എനിക്ക് ഈ ഫാമിലിയിൽ നിന്നാണ്, സന്തോഷം ഇതിലാണ് എന്നൊക്കെ സംസാരിച്ചെങ്കിലും പോകെ കുഞ്ഞിന് കുറച്ചും കൂടി ഇവരോടുള്ള അറ്റാച്ച്മെന്റ് കൂടുന്നത് പോലെയും മിസ്സിങ് കൂടുന്നത് പോലെയും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിരുന്നു. അപ്പൊ നമ്മുടെ അച്ഛനെയും അമ്മേനെയും നമ്മുടെ സഹോദരങ്ങളെയും നമ്മൾ ലൈഫിൽ ഇനി എവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഏതൊക്കെ നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിലും നമ്മൾ അവരെ മിസ് ചെയ്യും. കാരണം അവരുടെ മുമ്പിൽ നമുക്ക് നിൽക്കാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മളായി അക്സെപ്റ്റ് ചെയ്യുന്ന അവരിലുപരി വേറെ ആരെങ്കിലും ഈ ലോകത്തുണ്ടോ എന്നുള്ള കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ ഞാനും ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. ആരാ ഉള്ളത് എനിക്കറിയില്ല. എന്നെ ഞാനായി അക്സെപ്റ്റ് ചെയ്യുന്ന, ഇന്നിപ്പോ എനിക്ക് ഓണപരിപാടിയായിരുന്നു. ഞാൻ പരിപാടി കഴിഞ്ഞ് വന്നപ്പോൾ ഭയങ്കര ടയേർഡ്. എനിക്ക് നല്ല മൈഗ്രെയിനും ഉണ്ട്, ബോഡി ഭയങ്കര വീക്കുമാണ്. നമ്മുടെ എനിക്ക് ഒന്നിനും വയ്യ, ഞാൻ കിടക്കുക എന്ന് പറഞ്ഞ് ഞാൻ വളരെ ഫ്രീ ആയിട്ട് കടന്നുറങ്ങി. പിന്നെയാണ് ഞാൻ നാളെ ചാനൽ അപ്ലോഡ് ചെയ്യാൻ വീഡിയോ എടുക്കണ്ടേ എന്ന് കരുതി എണീച്ച് വന്നിട്ട് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. എനിക്ക് ഈ കംഫർട്ടബിലിറ്റി എനിക്ക് ഈ ലോകത്ത് വേറെ എവിടെ കിട്ടും? ഏത് സ്പേസ് കിട്ടും? അപ്പൊ നമ്മള് എന്തിന്റെയൊക്കെ പുറത്ത് നമ്മൾ നമ്മുടെ ഫാമിലിനെയൊക്കെ വിട്ട് ചാടിപ്പോയാലും അതിന് ഫാമിലിന്റെ തെറ്റാണെങ്കിലും ഫാമിലി പറ്റിച്ചതാണെങ്കിലും ചതിച്ചതാണെങ്കിലും ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോഴാണ് നമ്മൾ ഈ ഫാമിലിയുടെ ഇമ്പോർട്ടൻസ് എന്താന്നുള്ള മനസ്സിലാക്കുക. നമ്മൾ അവരെ മിസ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെ അവരുടെ വാല്യൂ മനസ്സിലാക്കുക. കുഞ്ഞിന് ശരിക്കും അച്ഛനെയും അമ്മേനെയും ചേച്ചീനെയും മിസ് ചെയ്യുന്നുണ്ടോ ചോദിച്ചാൽ കുഞ്ഞിന് ഈ ഒരു റിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം കുഞ്ഞനുമായി കല്യാണം ഉറപ്പിച്ച ഒരു ചെക്കനെ ലാസ്റ്റ് വീട്ടുകാർ സമ്മതിക്കില്ല എന്നൊരു തിരിച്ചറിവോടുകൂടി വീട്ടുകാരുടെ ഇതില്ലാണ്ട് ഇറങ്ങിപ്പോയി വിവാഹം കഴിച്ചതാണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫൈൻ, ഞാനും എന്റെ പാർട്ട്ണറുമായിട്ട് നല്ല അടിപൊളിയായി ജീവിച്ചോളാം, എനിക്ക് ആരെയും മിസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് പോവുക ചെയ്യേണ്ട അല്ല. ഇൻസ്റ്റെഡ് ഇവര് എന്താന്നുള്ള റിയലൈസ് ചെയ്യുക ഇവര് പോയി കഴിയുമ്പോഴാണ്, ഇവരുടെ അടുത്തുനിന്ന് മാറി കഴിയുമ്പോഴാണ്. അപ്പോഴാണ് കുറെ ചോദ്യങ്ങൾക്കുള്ള മറുപടി, കുറെ റിയലൈസേഷൻസ് വരിക. അവരുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരുന്നേ, അല്ലെ അവരില്ലായിട്ട് എനിക്ക് ഇന്ന കാര്യങ്ങൾ മിസ് ചെയ്യുന്നു എന്നൊരു സാധനം നമുക്ക് ആ ഒരു പോയിന്റിലാണ് നമ്മൾ എന്ത് ചെയ്യുക, റിയലൈസ് ചെയ്യുക. ഇവിടെ കുഞ്ഞനെ സംബന്ധിച്ച് കുഞ്ഞൻ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു കള്ളത്തരം കാണിക്കാണ്ട് എന്റെ അച്ഛനെയും അമ്മേനെയും ചേച്ചീനെയും ഞാൻ മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞൊരു സാധനം ഈ വീഡിയോ കാണുന്ന ബാക്കിയുള്ള ആൾക്കാർക്ക് ഒരു തിരിച്ചറിവായിക്കോട്ടെ. ഒളിച്ചോടി പോവാനോ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോയിന്റ് എത്തിയിട്ടുണ്ടെങ്കിൽ ഇവര് നിങ്ങൾ നോക്കുന്നത് പോലെ വേറൊരാളും ഉണ്ടാവില്ല എന്നൊരു തിരിച്ചറിവ് ഉണ്ടാവട്ടെ. ഇനി രണ്ടാമത്തെ ഒരു ചോദ്യം, കുട്ടിക്കാലത്ത് മറക്കാൻ പറ്റാത്തൊരു അനുഭവം പറയുമോ? രണ്ടുപേരും നല്ലതാ പറയാടാ. നല്ല കാര്യമില്ല പറയണ്ടേ? മറക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് എല്ലാ കാര്യങ്ങളും മറക്കാൻ പറ്റാത്ത സത്യം പറഞ്ഞ് ഞാൻ എല്ലാ കാര്യങ്ങളും ഭയങ്കരമായിട്ട് ആലോചിച്ച് ആളാണ് അല്ലേ, ഡേറ്റ് കാര്യങ്ങളൊക്കെ. പിന്നെ എനിക്ക് ഏറ്റവും കുട്ടിക്കാലത്ത് ഭയങ്കര ഹാപ്പിനെസ് ആയി തോന്നിക്കുന്നത് കുട്ടിക്കാലത്ത് കുണുക്കനും കുണിക്ക് ഉണ്ടായപ്പോഴാണ് കേട്ടോ. ഏറ്റവും ഹാപ്പിനെസ് ഞാൻ ചേച്ചിയായപ്പോൾ, അതാണ് എന്റെ ഏറ്റവും ഹാപ്പിനെസ്. ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. കുട്ടിക്കാലത്തുണ്ടായ ഏറ്റവും നല്ലൊരു അനുഭവം പങ്കുവെക്കാൻ.
അപ്പൊ എന്നോട് ഈ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഞാൻ മെയിൻ ആയിട്ട് പറയാ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. ഞങ്ങൾ കളിച്ച് നടന്നത് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കുട്ടികളൊന്നും എൻജോയ് ചെയ്യാത്ത കുറെ കളികൾ എൻജോയ് ചെയ്ത ലാസ്റ്റ് ജനറേഷൻ മേ ബി ഞങ്ങളായിരിക്കും. ഈ പാളയിലിരുന്ന് ഉന്തുന്നതും, പിന്നെ നമ്മൾ ഈ ഏകദേശം വീണൊക്കെ കിടക്കുന്ന ഈ ഇലകളോ മറ്റേ മരത്തിന്റെ ചില്ല പറിച്ച് ആടുന്നതും, പൂ പറിക്കാൻ പോകുന്നതും. ഞാൻ ഇന്നത് മെയിനായിട്ട് ഇന്ന് ഓണം സെലിബ്രേഷനിൽ ഫസ്റ്റ് തൊട്ടേ എന്റെ ഓർമ്മയിൽ വന്ന ഞാനും എന്റെ ചേച്ചിയും വീടിനടുത്തുള്ള പിള്ളേരെല്ലാരും കൂടെ പൂ പറിക്കാൻ പോകും. മെയിനായിട്ട് കൊങ്ങിണിപ്പൂ, പല കളറുള്ള കൊങ്ങിണിപ്പൂ, റെഡ്, റോസ്. ഇതിങ്ങനെ പറിച്ചു കൊണ്ട് തലേന്ന് വെച്ച് രാവിലെ പൂടുന്നത്, ഇങ്ങനെ കുറേ മെമ്മറീസ് ഉണ്ട് എന്റെ കുട്ടിക്കാലം. ഇവിടെ കുഞ്ഞന്റെ അടുത്ത് കുട്ടിക്കാലം ചോദിച്ച സമയത്ത് കുഞ്ഞനും ഇതുപോലെ ഒരുപാട് മെമ്മറീസ് ഉണ്ടെങ്കിലും കുഞ്ഞൻ എടുത്തു പറഞ്ഞൊരു കാര്യം, കുണുക്കന്റെയും കുണിക്കിന്റെയും അല്ലെങ്കിൽ എനിക്കൊരു അനിയനും അനിയത്തിയും ഉണ്ടായി ഒരു ചേച്ചിയായി മാറിയ നിമിഷമാണ് എന്റെ ലൈഫിലെ വൺ ഓഫ് ദി ബെസ്റ്റ്. ഇപ്പൊ ഇവരുടെ ഉപ്പുമുളക് ലൈഫ് ഫാമിലിയിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ കുട്ടികളുമായിട്ട് കുണുക്കനായിട്ടും കുണിക്കിയായിട്ടും, മെയിനായിട്ട് കുണിക്കിയായിട്ട് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടായിട്ടുള്ള ഒരാള് കുഞ്ഞൻ തന്നെയാണ്. കുഞ്ഞനാണ് 24 മണിക്കൂർ ഇവരെ എടുത്തുകൊണ്ടും കൊഞ്ചിച്ചുകൊണ്ടും ഡ്രസ്സ് മാറ്റിക്കൊണ്ടും ഒരുക്കിക്കൊണ്ടും ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ടും ഒക്കെ നടന്നത്. അപ്പൊ ഇവിടെയും ഒരു മിസ്സിങ് കുഞ്ഞന് തോന്നുന്നുണ്ട്. ലൈക്ക് അവർ രണ്ടുപേരെയും ഞാൻ മിസ് ചെയ്യുന്നുണ്ട് എന്നൊരു ഒരു ഫീലിംഗ്, ഒരു ഇമോഷൻ എന്ന് പറയുന്നത് കുഞ്ഞിനൂടെ കാണിക്കുന്നുണ്ട്. അപ്പം അതാ ഞാൻ പറഞ്ഞത്, ഞാൻ ഈ 2 ചോദ്യം എടുത്ത് റിയാക്ട് ചെയ്യാനുള്ള എന്റെ മെയിൻ റീസൺ, നമ്മുടെ ഫാമിലി നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് ഭയങ്കര വലുതാണ്. ഇപ്പൊ ഞാൻ എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, എന്റെ ഒരു ഡിഗ്രി വരെ ഞാൻ ഏറ്റവും കൂടുതൽ ലൈഫിൽ ഇമ്പോർട്ടന്റ് ആയി കണ്ടിരുന്നത് എന്റെ ഫ്രണ്ട്സിനെയായിരുന്നു. ഡിഗ്രി വരെ സീരിയസ്ലി. PG ഒക്കെ എത്തിക്കഴിഞ്ഞ് ഞാൻ ഫുൾ ടൈം വീട്ടിൽ നിന്ന് പോവുക ലൈക്ക് കോളേജ് പോവുക, വൈകുന്നേരം വീട്ടിലോട്ട് തിരിച്ചു വരിക. അപ്പോഴാണ് നമ്മൾ ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വീട്ടിൽ നിൽക്കാൻ തുടങ്ങുന്നതും, നമ്മൾ ഫാമിലിനെ റിയലൈസ് ചെയ്യുന്നതും, നമ്മളുടെ കുട്ടിക്കളിയൊക്കെ മാറി നമ്മളൊരു മെച്യൂരിറ്റി ഏജിലോട്ട് എത്തുന്നത്. ഇപ്പോൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് more than 3 years. അപ്പൊ അതുകൊണ്ട് തന്നെ പൈസ ഉണ്ടാക്കുന്നതും പൈസന്റെ ചെലവ് അതും ഇതും നമ്മുടെ സാഹചര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു മെച്യൂരിറ്റി വരും. അപ്പോഴാണ് നമ്മൾ മനസ്സിലാവുക നമ്മൾ എത്രത്തോളം ബ്ലെസ്ഡ് ആണ്. നമ്മുടെ ഫാമിലി നമ്മളെ എങ്ങനെയാണ് ടേക്ക് കെയർ ചെയ്യുന്നത്, അവർ നമ്മളെ എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്, അവരെങ്ങനെയാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ലൈഫിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയാലും ഇവരുണ്ടാവും എന്നൊരു പോയിന്റ് വരും. അപ്പൊ നമുക്ക് ഒരിക്കലും നമ്മുടെ ഫാമിലിനെ മാറ്റാനോ ഫാമിലിനെ അകൽച്ച കാണിക്കാനോ അവരെ ഒഴിവാക്കി പോകാനോ അതിന് പകരം വേറൊരാള് നമ്മളുടെ ലൈഫിലോട്ട് വരാനോ ഒന്നും നമ്മളെ കൊണ്ട് സാധിക്കില്ല. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ റിയലൈസ് ചെയ്യേണ്ടത്, ഫാമിലിക്കാര് നിങ്ങളെ ടേക്ക് കെയർ ചെയ്യുന്ന പോലെ, അല്ലെ അവര് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഒരു കാര്യത്തിനോട് നോ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവര് നിങ്ങളോട് അത് വേണ്ട അത് ശരിയല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനൊരു റൈറ്റ് ഉണ്ടാവും എന്നുള്ളത് മേ ബി കുറച്ച് കാലം കഴിഞ്ഞാലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യും, റിയലൈസ് ചെയ്യും. സോ ഗിവ് പ്രയോറിറ്റി ഓർ ഇമ്പോർട്ടൻസ് ടു യുവർ ഫാമിലി. അവരെ മാറ്റി നിർത്തിയിട്ടോ അവരോട് ഒരു അകൽച്ച കാണിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ടോ ഒന്നിനും പോവാണ്ട് നിൽക്കാൻ ശ്രമിക്കുക. അതിപ്പം കല്യാണമാണെങ്കിലും എന്താണെങ്കിലും ഒരു മ്യൂച്വൽ ഹാപ്പിനെസ്സിൽ നമ്മളൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് ലൈഫിൽ കൊണ്ടുതരുന്നത് വലിയൊരു റിസൾട്ട് ആയിരിക്കും. അതാണ് എനിക്ക് മെയിൻ ആയിട്ട് ഈ വീഡിയോ കൂടെ പറയാനുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി എത്രയും പെട്ടെന്ന് കുഞ്ഞനും ഉപ്പുമുളകിലായിട്ട് ഫാമിലിയായിട്ട് കണക്റ്റഡ് ആവട്ടെ, അവർ നല്ലൊരു ജീവിതമായിട്ട് മുന്നോട്ട് പോവട്ടെ എന്നൊരാഗ്രഹം മാത്രമേ ഉള്ളൂ. പ്രശ്നങ്ങൾ ഉണ്ടാവും, ഇഷ്യൂസ് ഉണ്ടാവും, അതൊക്കെ സോർട്ട് ഔട്ട് ചെയ്യുക. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ ഹാപ്പി ആയിരിക്കുക, നിങ്ങളുടെ ചുറ്റുള്ള ആൾക്കാരെ ഹാപ്പി ആയി നിൽക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. സോ ഒരു കുട്ടി കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അടുത്ത വീഡിയോ വെച്ച് നമുക്ക് വീണ്ടും കാണാം. ബൈ.